Good evening. I Arya Morsia from NSS Training College, Changanasheri. As part of our B.Ed curriculum, I interviewed a famous wakil or famous advocate in our locality named Indira KK on the topic student abuse in school campus and post office. Welcome, ma'am. So, shall we start the session? Yes. My first question was, what are the common forms of student abuse observed in school campuses? താഴെ പറയുന്നതൊക്കെയാണ് ഈ കോമൺ അബ്യൂസ്. ഫിസിക്കൽ വയലൻസ്, സൈക്കോളജിക്കൽ വയലൻസ്, ബുള്ളിങ്, സൈബർ ബുള്ളിങ്, നാലെണ്ണമാണ് കോമൺ ആയിട്ടുള്ളത്. കോമൺ ഫോംസ് ഓഫ് സ്റ്റുഡൻറ് അബ്യൂസ് നാലെണ്ണമാണ്. ഈ ഫിസിക്കൽ വയലൻസ് ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് ഇപ്പം കുട്ടിയുടെ സമ്മതം ഇല്ലാതെ ആര് കുട്ടിയുടെ നേരത്തെ തൊട്ടാലും ഫിസിക്കൽ വയലൻസ്. അതുപോലെ തന്നെ ഇപ്പം പറഞ്ഞ പോലെ സൈക്കോളജിക്കൽ വയലൻസ് ഉദ്ദേശിക്കുന്നത് കുട്ടിയെ മാനസികമായിട്ട് എന്തെങ്കിലും പറഞ്ഞ് വിഷമിപ്പിക്കുകയോ എഡ്യൂക്കേറ്റഡ് അതെ അതുകൂടാതെ അവരെ ഡിസ്കറേജ് ചെയ്യുന്നത് അത് വരുന്നതാണ് സൈക്കോളജിക്കൽ വയലൻസ്. അതുപോലെ തന്നെ ഇപ്പൊ മൂന്നാമത് മാം പറഞ്ഞ പോയിന്റ് ബുള്ളിങ് എന്നുവെച്ചാൽ കുട്ടികളെ കുറ്റപ്പെടുത്തി സംസാരിക്കുക, അതൊക്കെ അപ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു സ്റ്റുഡന്റ് അബ്യൂസിന്റെ ഭാഗം തന്നെയാണ്. പിന്നെ സൈബർ ബുള്ളിങ് എന്ന് വെച്ചാൽ ആവശ്യമില്ലാതെ ഒരാൾ ഫോട്ടോ എടുക്കുക, അതിപ്പോ ഗേൾസിന്റെ ആണെങ്കിലും ബോയ്സിന്റെ ആണെങ്കിലും അവരുടെ പെർമിഷൻ ഇല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇടുക, അതെല്ലാം തന്നെ ഇപ്പം സ്റ്റുഡന്റ് അബ്യൂസ് അല്ലെങ്കിൽ അതൊരു അബ്യൂസ് തന്നെയാണ്. ഓക്കെ മാം, താങ്ക് യു. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, how can teachers and staff identify early signs of abuse among students? കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന ഏർലി സൈൻസ് ഓഫ് അബ്യൂസ് അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഉണ്ടാകുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ടീച്ചേഴ്സിന് അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫിന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത്? അതെന്താണെന്ന് ചൈൽഡ് ബീങ് അൺകംഫർട്ടബിൾ അൺഡ്രസ്സിംഗ് ഫോർ ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്. ഓക്കെ, എന്ന് വെച്ചാൽ അവരെ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയായിരിക്കാം അല്ലെങ്കിൽ അവരെന്നും കാണുന്ന ഒരു കുട്ടിയായിരിക്കാം, എന്നും കാണുന്ന സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്വഭാവം കാണിക്കുക. അതുകൂടാതെ തന്നെ ആക്റ്റീവ് ആയിരിക്കുന്ന ഒരാൾ ഒട്ടും ആക്റ്റീവ് ഇല്ലാതെ ഒരു സ്ഥലത്ത് അൺകംഫോർട്ടബിൾ ആയിട്ടിരിക്കുക, അങ്ങനെയൊക്കെ ഡ്രസ്സൊന്നും ശരിയാക്കാതെ. അപ്പൊ ഇത് മനസ്സിലാവും. അതെ, എന്ന് വെച്ചാൽ സാധാരണ ഒരു കുട്ടിയിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് വളരെ ഒതുങ്ങി പോകുന്ന ഒരു കാര്യം. അതൊക്കെയാണെങ്കിൽ നമ്മുടെ സ്റ്റുഡന്റ് ആ കുട്ടി എന്തോ ഒരു വിഷമം അനുഭവിക്കുന്നുണ്ട് എന്നാണ് അതിനകത്ത്. being unable to explain their injuries. ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യാൻ മടിക്കും. അവർക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തുറന്ന് പറയാനായിട്ട് മടി കാണിക്കും. ആക്ടിങ് വിഡ്രോൺ ഓർ അഗ്രസീവ്, വിക്കിച്ചിരിക്കുക, അഗ്രസീവായിട്ട്. അപ്പിയറിംഗ് ടു ബി ഫ്രൈറ്റൻഡ് ഓഫ് ദെയർ കെയർ ഗിവേഴ്സ്. ഏതാ കെയർ കൊടുക്കുന്നവരോട് അവരുടെ അടുത്ത് ഭയങ്കര പേടി കാണിക്കും. ടീച്ചേഴ്സൊക്കെ കെയർ കൊടുക്കുകയാണെങ്കിൽ അവരും ഭയങ്കര പേടിയായിട്ട് ഒന്നും സംസാരിക്കാതെ പേരൻസിനോടാണെങ്കിലും ടീച്ചേഴ്സിനോടാണെങ്കിലും അങ്ങനെ പെരുമാറുന്ന രീതി. റിലേറ്റീവ്സ് അബൌട്ട് റിട്ടേണിംഗ് ഹോം ആഫ്റ്റർ സ്കൂള്. ഏതാ തിരികേക്ക് പോയി മടി കാണിക്കുക. മനസ്സിലായോ? അപ്പൊ ഞാനിന്ന് പോകുന്നില്ല, എനിക്ക് പേടിയാ എന്നൊക്കെ പറഞ്ഞു. അതെ, അങ്ങനെ പറയുമ്പോൾ തന്നെ മനസ്സിലാവും കുട്ടിയുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം കാണും. ഓക്കെ മാം. തേർഡ് ക്വസ്റ്റ്യൻ, can you provide a brief overview of the POCSO Act? POCSO Act എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് എന്നാണ് ഇതിന്റെ POCSO Act എന്ന് പറഞ്ഞത്. POCSO was passed in 2012 to comprehensively deal with the issue of sexual offenses against children. അപ്പം ചിൽഡ്രനെ സെക്ഷൽ ഒഫൻസിൽ നിന്ന് പിന്നെ ഏതാ രക്ഷിക്കുന്നതാണ് ഈ ആക്ട്. POCSO not only spells out the punishments for offences, അപ്പോൾ ഒഫൻസസിന് പണിഷ്മെൻറ്റും കൊടുക്കും, but also sets out a system for support for victims and improved methods for catching offenders. ഏതാണ് ഒഫൻഡേഴ്സിനെയൊക്കെ ക്യാച്ച് ചെയ്യാൻ സഹായിക്കും. ആരെ കുറ്റം ചെയ്തതെന്ന് വെച്ചാൽ അവരെ കണ്ടുപിടിക്കാൻ. ഓക്കെ, എന്ന് വെച്ചാൽ കുട്ടികൾക്കെതിരെ അത് ചില 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് POCSO റൂൾസിലായിട്ട് പെടുന്നത്. അപ്പം ആ കുട്ടികൾക്ക് ശാരീരികമായും മാനസികമായും ആരാ കുട്ടിയെ വേദനിപ്പിച്ചെന്ന് പറഞ്ഞാൽ അത് വിത്തൗട്ട് എനി ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആ കുട്ടിയെ വേദനിപ്പിച്ചെന്ന് പറഞ്ഞാൽ അതൊരു POCSO ആക്ടിന്റെ കീഴിൽ വന്നു കഴിഞ്ഞാൽ അത് ശിക്ഷിക്കപ്പെടുന്ന. ഓക്കെ, താങ്ക് യു മാം. My fourth question, what is the primary objective of the POCSO Act? POCSO Act 2012 and its rules were enacted with the objective of protecting children from physical, emotional or sexual abuse while safeguarding interest of children at all stages. എന്താണ് പ്രൊട്ടക്ഷൻ ആണ് ഇവിടെ മെയിൻലി കുട്ടികളെ ഇമോഷണലായിട്ട് ഫിസിക്കലായിട്ട് സെക്ഷൽ അബ്യൂസ്
ബൈ സേഫ് ഗാർഡിംഗ് ദ ഇൻട്രസ്റ്റ് ഓഫ് ചിൽഡ്രൻ അക്രോസ് സ്റ്റേജസ്. എല്ലാ സ്റ്റേജുകളിലും ചിൽഡ്രനെ സേഫ് ഗാർഡ് ചെയ്യും. അതാണ് ഈ ആക്ട്. വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ. And when was the POCSO Act enacted in India? Amended in India. In 2012. 2012 POCSO Act ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. Who is considered a child under the POCSO Act? Any person below the age of 18 years is considered. ഓക്കെ. 18 വയസ്സിന് താഴെയുള്ള ഏതൊരു കുട്ടിയെ POCSO Actൽ ഉൾപ്പെടുത്താം. ആണോ പെണ്ണോ ഏതാണേലും കുഴപ്പമില്ല. Okay. And what type of offences are covered under the POCSO Act? ഒന്നാമത്തെ സെക്ഷൽ അസോൾട്ട്. അതെ, സെക്ഷൽ അസോൾട്ട്. ഓക്കെ. അതിപ്പോ ഗേൾസ് ബോയ്സ് അങ്ങനെ ഒന്നുമില്ല, ഏതാണേലും സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്നത് അതെല്ലാം. പിന്നെ സെക്ഷൽ ഹാരാസ്മെന്റ് ആൻഡ് യൂസിങ് ചൈൽഡ് ഫോർ പോണോഗ്രാഫി. അങ്ങനെ അവർ പടമൊക്കെ എടുത്തിടുക, അതെ പോണോഗ്രാഫി. പിന്നെ അടുത്ത് കൺട്രോൾ. Okay. Then what is the age of consent as defined by the POCSO Act? 18 years. 18 years. കൺസെന്റ് സംഭവത്തോടെ ചെയ്തെന്ന് പറയുന്നത്. ആ സമ്മതം എന്ന് പറഞ്ഞാൽ 18 വയസ്സ് തൊട്ട് സമ്മതം വരാം. അതിന് താഴെയുള്ളതെല്ലാം വേണം POCSO Act. 18 വയസ്സായി കഴിഞ്ഞാൽ ഓക്കെ, അത് കൺസെന്റോടെയാണ്. Then what are the key features of the POCSO Act that school must adhere to? സ്കൂളുകാർ അഡ്ഹിയർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? മാൻഡേറ്ററി റിപ്പോർട്ടിംഗ്. അതെ, സ്കൂളിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും POCSO ആക്ടുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും അത് റിപ്പോർട്ട് ചെയ്യും. രണ്ടാമത്തെ പ്രൊട്ടസ്റ്റ് ദി ഐഡന്റിറ്റി ഓഫ് വിക്ടിംസ്. എന്നുവെച്ചാൽ വിക്ടിംസിന്റെ ഐഡന്റിറ്റി അത് ഒരിക്കലും അത് റിവീൽ ചെയ്യരുത്. എന്നുവെച്ചാൽ അധികാരികളോടല്ലാതെ വേറെ ആരും. ഓക്കെ. ചൈൽഡ് ഫ്രം ഹാം ആൻഡ് എൻഷുർ ഡ്രാഫ്റ്റ് ചൈൽഡ്. ചൈൽഡ് ഫ്രം ഹാം ആൻഡ് ഹാമിൽ നിന്നൊക്കെ ചൈൽഡിനെ മാറ്റിയിട്ട് എൻഷുർ ഡ്രാഫ്റ്റ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ധൈര്യം കൊടുക്കുക എന്നുള്ളതാണ്. അതെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇതുവഴി ഒരു ദോഷം ഉണ്ടാകില്ല. ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തോന്ന് വിചാരിച്ച് അവർക്ക് നാളെ സമൂഹത്തിന് മുമ്പിൽ ഇറങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത്. പ്രൊട്ടക്ഷൻ പോളിസി സപ്പോർട്ട് ടു വിക്ടിം. വിക്ടിമിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രൊട്ടക്ഷൻ പോളിസി ആയിരിക്കും. അതെ, എന്നുവെച്ചാൽ അവരുടെ ഐഡന്റിറ്റിയെ പുറത്ത് വിടരുത്. അതുപോലെ തന്നെ അവർക്ക് വേറെ ഒരു ഇഷ്യൂസ് ഇവിടെ റിപ്പോർട്ട് ചെയ്തതിന്റെ ഭാഗമായിട്ട് അവരുടെ ഫാമിലിക്കോ ആ കുട്ടിക്കോ അവരുടെ ഫ്യൂച്ചർ ലൈഫിൽ ഉണ്ടാകാൻ പാടില്ല. My next question: What constitutes mandatory reporting under the POCSO Act and who is responsible? Such a person, including the parent, who has apprehension that an offence under the POCSO Act is likely to be committed or has knowledge that such an offence has been committed. അതായത് such a person, including the parent തന്നെ, who has apprehension that an offence under the POCSO Act is likely to be committed, അല്ലേ, കമ്മിറ്റ് ചെയ്യാൻ likely to be committed or has knowledge that such an offence has been committed. ഓഫീസ് കമ്മിറ്റ് ചെയ്തതായിട്ട് ഒരു നോളജ് മാൻഡേറ്ററി റിപ്പോർട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് പേര് കേട്ടാൽ അറിയാം. എന്ന് വെച്ചാൽ പേരൻസിനാണെങ്കിലും അങ്ങനെ ഒരു ഇത് ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ അത് How does the POCSO Act ensure the confidentiality and protection of the victim? Section 33(7) of the POCSO Act deals with the procedure and powers of the special court. Section 33 says that the special court shall ensure that the identity of the child is not disclosed at any time during the course of investigation or trial. ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ ട്രൈ ചെയ്യുമ്പോൾ ഇവിടെ വിക്ടിമിന്റെ പേര് ഡിസ്ക്ലോസ് ചെയ്യും. വിക്ടിമിന്റെ ഐഡന്റിറ്റി ഒരിക്കലും ഇൻവെസ്റ്റിഗേഷൻ പുറത്തുവിടാൻ. And is the POCSO Act gender neutral? How does it addresses offences against boys and transgender children? POCSO Act ജെൻഡർ ന്യൂട്രൽ ആണ്, നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പം ഇതെങ്ങനെയാണ് ബോയ്സിനും ട്രാൻസ്ജെൻഡറിനും ഒക്കെ ഈ ഒരു POCSO Act എങ്ങനെയാണ് അവർ അഡ്രസ് ചെയ്യുന്നത്? All individuals, male or female, under the age of 18 years are entitled to get protection under POCSO Act. അതിനടുത്ത ആളുകളെല്ലാം the act is also gender neutral in case of the offender. As for the person who commits the crime, it does not matter whether the person is male or female. Male or female ആണെന്നൊന്നും നോക്കണ്ട, എല്ലാവരെയും മതി. And what penalties are imposed under the POCSO Act for non-compliance by educational institution? The imprisonment of either description which may
extended to 6 months or with fine or with both. ഇതാണ് ഇംപ്രിസൺമെന്റ് ഓഫ് 6 months 6 months അല്ലെങ്കിൽ വിത്ത് ഫൈൻ അല്ലെ രണ്ടും കൂടെ. രണ്ട്, എനി പേഴ്സൺ ബീങ് ഇൻ ചാർജ് ഓഫ് എനി കമ്പനി ഓർ എനി ഇൻസ്റ്റിറ്റ്യൂഷൻ who fails to report to the commission of an offence under subsection 1 of section 19 in respect of a subordinate under his control. അപ്പോൾ ഒരു സബോർഡിനേറ്റിന്റെ കൺട്രോളിലുള്ള പിന്നെ ഒരാളിനെ പറ്റി ആരെങ്കിലും ഇങ്ങനെ പറയാതെ ഇരുന്നാൽ അവർക്കൊക്കെ ശിക്ഷ കൊടുക്കാം. മനസ്സിലായി? അവർ റിപ്പോർട്ട് ചെയ്യണം. അതാണ് റിപ്പോർട്ട് ചെയ്യണം. സ്കൂളുകാരാണെങ്കിലും അങ്ങനെ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്തില്ല. ചെയ്യാതിരുന്നാൽ അത് ദോഷമാണ്. അവർക്കും ശിക്ഷ കൊടുക്കാം. അതാണ്. Then what measures should schools implement to prevent abuse on campus? School is responsible for maintaining a code of conduct, not only for students but also for teachers and staff. A school should maintain a zero tolerance policy towards bullying. Also, the school creates a safe and Safe ആയിട്ടൊരു environment. safe reporting system for students to report bullying or harassment. Okay. എന്നുവെച്ചാൽ അങ്ങനെ സ്കൂളുകളിലാണെങ്കിലും ഓരോരോ ഗൈഡ് ലൈൻസ് കൊണ്ടുവരിക, ഇങ്ങനെ പാടില്ല. അതുപോലെ തന്നെ റാഗിങ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അതിപ്പോൾ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും. How effective are child protection committees in school? Protection of children who are in vulnerable circumstances and dangerous situations is the main objective of ICPS schemes. If ICPS is to achieve the desired results, it is essential that special committees at the field level function effectively. It is essential that the special committees at the field level പോയി സ്പെഷ്യൽ കമ്മിറ്റി ഉണ്ടാക്കി ഫീൽഡ് ലെവലിൽ പോയി എഫക്റ്റീവായിട്ട് ഈ കാര്യങ്ങളൊക്കെ അതാണ് ചൈൽഡ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി പോയി ഓരോ കാര്യങ്ങളും അവരാണ് തീരുമാനിക്കുന്നത്. മനസ്സിലായി? And what role do awareness programs play in educating students and staff about the POCSO Act? Organize awareness sessions. Since children, their parents and staff have a role in preventing child sexual abuse, schools should consider providing awareness to them. Awareness sessions for students. Organize awareness sessions to teach children about the concepts of good touch, bad touch and sexual abuse. ഓക്കെ, അപ്പോൾ ഈ അവയർനെസ് പ്രോഗ്രാംസ് വളരെ നല്ലതാണ്. ഇപ്പം സ്റ്റുഡൻസിനാണല്ലോ അവിടെയുള്ള സ്റ്റാഫിനാണെന്ന് പറഞ്ഞാൽ എന്താണ് പോക്സോ ആക്ട്, ഏതൊക്കെ കുറ്റങ്ങളാണ് പോക്സോ ആക്ടിന് കീഴിൽ വരിക, അതുപോലെ എന്താണ് ബാഡ് ടച്ച്, എന്താണ് ഗുഡ് ടച്ച് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ ഒരു അവയർനെസ് പ്രോഗ്രാം ഹെൽപ്ഫുള്ളാണ്. Then, are there specific training programs for teachers and staff to handle cases of abuse under the POCSO framework? Our training program for CSA, POCSO for NGO staff, CBOs and professionals are vital for enhancing skills to recognize signs and symptoms of the CSA, adopting a child-centered approach, promoting inter-agency collaboration, understanding legal framework, developing counseling skills, providing rehabilitation and support. പക്ഷേ CSA എന്ന് പറയുന്ന പ്രോഗ്രാംസ് ഒക്കെയാണ് ടീച്ചേഴ്സിനുള്ളതാണേലും ഇപ്പോൾ തന്നെ വേറെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം NGOs അങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ CBOs അതൊക്കെ എന്ന് പറയുന്നത് പോക്സോ ഫ്രെയിംവർക്കിനെ കുറിച്ച് അറിയാനായിട്ടും ഒക്കെ അവരെ ചെയ്യും. And how should the school respond when a case of abuse is reported? They will take a suitable action based on procedures set out by the local safeguarding children board, letting the authorities know where it is required. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ എങ്ങനെയാണ് ഒരു സ്കൂള് ഇപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അടുത്തുള്ള പോലീസ് സ്റ്റേഷൻ അതുപോലെ ലോക്കൽ ലോക്കൽസിനെ അറിയിക്കുക. And how can schools collaborate with the local committees to address and resolve cases of abuse? Establish a partnership between local committees, child welfare organizations and law enforcement to ensure coordinated responses to abuse cases. Workshop for educators and committee members and awareness campaign. അപ്പം അവയർനെസ് ക്യാമ്പയിൻ നടത്തുക, വർക്ക്ഷോപ്പ് കമ്മിറ്റി മെമ്പേഴ്സ് നടത്തുക,
ഇതൊക്കെയാണ് ചെയ്യുന്നത് സ്കൂളുകാർ എങ്ങനെ ലോക്കൽ കമ്മിറ്റീസുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ അവരെല്ലാം പങ്കെടുക്കും. Then what steps should a school take to ensure compliance with the legal requirements under POCSO Act? Draft a child protection policy. This policy must define the school's commitment to safeguard children from abuse and specify the roles and responsibilities in child protection. Taking protective measures to prevent child sexual abuse. Organize awareness sessions. ഇതാണ് ചെയ്യേണ്ടത്. അപ്പം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോക്സോ ആക്ടിനെ കുറിച്ച് ഏകദേശം നന്നായിട്ട് അറിയാം. അതെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എന്തായാലും ഒരു കേസ് ഉണ്ടാകുമ്പോൾ അത് കറക്റ്റ് അതോറിറ്റീസിനെ റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ സ്കൂളുകളിലും എടുക്കുക. അപ്പോൾ അതിൻ്റെ സ്കൂൾ അധികൃതർ എന്ന് പറയുന്നത് നമ്മുടെ ലോക്കൽ കമ്മിറ്റീസുമായിട്ട് നല്ലൊരു കോർഡിനേഷനിൽ തന്നെ ഇരിക്കുക. ഓരോരോ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യിക്കുക. കുട്ടികളുടെ എല്ലാ വിവരങ്ങളും അവരുടെ റെക്കോർഡ്സുകളിൽ സൂക്ഷിക്കുക. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നടത്തേണ്ടത്. And thank you, ma'am, for sharing this your valuable time with us and